ഇവിടെ കേമമ്മിനൊരു പൃഥ്വിരാജ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ആരുണ്ട്? ഒരു മിനിമോളുണ്ട്. പിന്നെ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി ഊണും ഉറക്കവും ഇല്ലാതെ ഓടി നടന്ന് ഈ പരിപാടിക്ക് വേണ്ടിയുള്ള എല്ലാം ചെയ്ത സുഹൈലിനെ നമ്മുടെ മിനിമോളിനെ വിളിക്കാണ്. വേദിയിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ടീച്ചർമാരായ അപ്പോ ഈ തിരുവോണത്തിനൊരു ഐതിഹ്യം ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ പരിപാടിക്ക് ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഓണം സെലിബ്രേഷൻ നോക്കിയപ്പോ എല്ലാം നമ്മുടെ കോളേജില് ഒരുപാട് ഓണം സെലിബ്രേഷൻസ് കണ്ടു. അപ്പൊ നമുക്ക് ഓണം സെലിബ്രേഷൻ ഇല്ലാണ്ട് ലാസ്റ്റ് ലുലുമാളുടെ ഫാഷൻ സ്റ്റോറിന്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് അവിടുത്തെ ഒരു പൂക്കളത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ടാണ് നമ്മൾ പിന്നത്. അപ്പൊ അന്ന് അസ്ലമിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു ഇനി ഇതുപോലൊരു ഓണം നടക്കുമോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് അസ്ലം മാരിറ്റി സത്യം ചെയ്തിട്ട് പറഞ്ഞു അടുത്ത പ്രാവശ്യം എന്തായാലും നമുക്ക് ഓണം പരിപാടി സെറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് മറന്നുപോയി, കാലങ്ങളായി. അപ്പോഴേക്കും പിന്നെ ഓണത്തിന്റെ പുതിയ ഇതൊക്കെ വന്നപ്പോഴേക്കും പിന്നെ ഒന്ന് അസ്ലമിന്റെ അടുത്തൊന്ന് ഇട്ട് നോക്കി. കാരണം നമ്മളെ മാത്സുകാരെന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മ ഒരു ഗ്രൂപ്പായിട്ട് എല്ലാ പരിപാടികളും ഇനിഷ്യേറ്റീവ് എടുത്ത് നടത്താറുണ്ട്. അപ്പൊ നമ്മുടെ കോളേജിലാണെങ്കിൽ തന്നെ ഫസ്റ്റത്തെ സ്പോർട്സ് പിന്നെ ഫിലിം ഫെസ്റ്റിവല് ഒക്കെ നമ്മുടെ ബാച്ചിലർ കൊറോണ വന്ന് കുറെ പരിപാടി പോയിട്ടുണ്ടെങ്കിലും നമ്മളാണ് അതൊക്കെ ഇനീഷ്യേറ്റീവ് ചെയ്തിട്ട് നമ്മ ബാച്ച് വൈസ് അല്ല കോളേജ് മൊത്തം നിന്നിട്ട് നമ്മ ഒരു അടിപൊളി പരിപാടികളൊക്കെ നടത്തിയിരുന്നു. അപ്പൊ അങ്ങനെ ഇനീഷ്യേറ്റീവ് എടുത്ത് ബാച്ച് ആയതുകൊണ്ടിട്ട് ഇതും അസ്ലമിന്റെ അടുത്ത് ഇട്ട് നോക്കി പ്രാവശ്യം പരിപാടി നടത്തിയാലോ എന്ന് ആലോചിച്ച്. അപ്പത്തെ അസ്ലം ഫോൺ എടുത്തിട്ട് രണ്ട് കറക്കാണ്ട് കറക്കി എല്ലാ ഗ്രൂപ്പിലേക്കും കയറി മെസ്സേജ് അയച്ച് ഞാൻ ആ അസ്ലമിനോട് ചോദിച്ചു ഇനി ആൾക്കാർ പേര് മാറ്റിയിട്ട് പൊതുശല്യം എന്നൊക്കെ പറഞ്ഞ് അത്രയും ഫോൺ കോളുകൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടി ഒരു എഫക്റ്റ് ആണ് ഇവിടെ വേദിയിൽ ഇത്രയും പേര് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ അസ്ലമിന്റെ പങ്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തതാണ്. രണ്ട് കൈയടിയും അദ്ദേഹത്തിന് ഇങ്ങോട്ടേക്കാണ് അങ്ങോട്ടേക്കാണ്. അതുപോലെ തന്നെ അനീസാനിസും നമ്മ ഭയങ്കര സമയത്താണ് വിളിച്ചത്. അപ്പോഴും ഞാൻ എന്റെ പരിപാടി മോട്ടിവേഷൻ കൊടുക്കലായി ആൾക്കാർ നിൽക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ അനീസാനിസ പറഞ്ഞു അനീസാനിസ് പണ്ട് പറഞ്ഞിട്ടുണ്ട് ഡൗട്ട് ചോദിക്കാൻ എത്ര സമയത്ത് വേണമെങ്കിലും ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു. എന്റെ ഒരു മൈൻഡ് വെച്ചിട്ടാണെങ്കിൽ അനീസാനിസ് വിചാരിച്ചിട്ടോ ഇതൊക്കെ പഠിച്ചു പോയിട്ട് പിന്നെ വിളിക്കണേ. പക്ഷെ അനീസാനിസും എന്തായാലും വന്നു. അത് വളരെ സന്തോഷമായി. അതിനൊരു ഐശ്വര്യം ഈ പ്രോഗ്രാമിന് പ്രതിഫലിക്കുന്നുണ്ട്. ഇതൊക്കെ മെയിൻലി പറയാനുള്ളത്. എല്ലാവരും നല്ല ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ പിന്നെ നമ്മളെ റിമിറ്റോമി ആയിട്ടുള്ള ഐശ്വര്യാണ് റിമിറ്റോമിയെക്കാളും വലിയ ചാടി കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നില്ല. അപ്പൊ അതുപോലെ തന്നെ പിന്നെ എല്ലാ ബാച്ചുവേഴ്സും ഇപ്പൊ മാത്സ് എന്നുള്ളതിനുപരി നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് അത്യാവശ്യം നല്ല ബന്ധത്തിലായിരുന്നു. അതിന്റെ കൊണ്ടാണ് എല്ലാ ബാച്ചുകാരും ഒന്നും നോക്കാണ്ട് നമ്മളെ ഒരു ഒറ്റ കൂട്ടായ്മയായിട്ട് വന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ബാച്ചുകാരോടും നന്ദി. അപ്പോ ബാച്ചുകാരെ പറ്റി പറയുന്നത് കൂടെ വന്ന ബാച്ച് നോക്കാണ്ട് എല്ലാവരും വന്നിട്ടുണ്ട്. അതിന് വളരെ സന്തോഷം. ഇപ്പൊ കേരളത്തിലായിട്ട് തന്നെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു വ്യക്തി ഞാനാണ്. അല്ല അക്കാഡമിക് സപ്ലീസ് ഉണ്ട്. അല്ലാണ്ട് ഇപ്പൊ ഞാനിപ്പോ ഒരു ചെറിയൊരു ബിസിനസ് കുറച്ച് എനിക്കറിയായിരിക്കും. അപ്പൊ അത് ചെയ്യണമെങ്കിലും ഏറ്റവും കൂടുതൽ സപ്പോർട്ട്സ് വന്നേക്കുന്നത് റാസ്പിന്നുള്ള പേര് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഇതിനൊക്കെ എനിക്ക് ഫുള്ള് സപ്പോർട്ട് നമ്മുടെ കോളേജിൽ തന്നെയാണ്. ഇതിന് സ്റ്റാർട്ട് കിട്ടിയേക്കുന്നതും എല്ലാം ഇവിടെ തന്നെയാണ് കിട്ടിയേക്കുന്നത്. അപ്പൊ ഫ്രണ്ട്സ് വൈസ് എനിക്ക് നമ്മളെ ഫ്രണ്ട്സിനോട് ഭയങ്കര കടപ്പാടാണ്. ആ ഒരു കടപ്പാട് ഞാനിപ്പോ പറയുന്നു പ്രകടിപ്പിക്കുന്നു. അപ്പോ എല്ലാവരും നമ്മുടെ ഓണം ഇപ്രാവശ്യം അടിച്ചു പൊളിച്ച് പോവാ. മാക്സിമം അടുത്തെല്ലാം ഇപ്പൊ പനമ്പള്ളിയാണെങ്കിൽ അടുത്ത പ്രാവശ്യം പനാമിൽ നടത്താൻ പറ്റിയാണെങ്കിൽ അതാണ് അടുത്ത ലക്ഷ്യം. അപ്പൊ ഇതിപ്പോ വെച്ച ആൾക്കാർ വരുമെന്ന് മനസ്സിലായി. കാര്യം പറയാൻ വേണ്ടി ഇന്ന് കാണാടാന്ന് പറഞ്ഞ് പോണ ആൾക്കാരിങ്ങനെ കാനഡയിലേക്കൊക്കെയാണ് പോണത്. അപ്പോ അടുത്ത പ്രാവശ്യം ഇതിന് ഗ്രേറ്റ് ആയിട്ട് നമുക്ക് പരിപാടി നടത്താൻ പറ്റിയുള്ള വിഷയം
ഞാൻ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. പ്രസിഡൻസി ലെറ്റേഴ്സ് ആണ് കൊടുത്തത്, വേറെന്തോന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ